സിദ്ധരാമയ്യ വാർത്തകളിൽ നിറയുകയാണ്. ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കോൺഗ്രസും പ്രതിരോധത്തിൽ. 3 സാമൂഹ്യ പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ടിന്റെ നടപടി. സിദ്ധരാമയ്യയുടെ രാജി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നടപടി എന്ന് പറഞ്ഞെങ്കിൽ ആ നടപടി എന്ന് പറയുന്നത് അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകിയതാണ് നടപടി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി വഴി സിദ്ധരാമയ്യയുടെ ഭാര്യയായ BN പാർവതിക്ക് അനധികൃതമായി മൈസൂരുവിലെ കണ്ണായ ഭാഗത്ത് 3.17 ഏക്കർ ഭൂമി നൽകി എന്നതാണ് കേസ്. എന്ത് സുഖം അല്ലേ, എന്ത് സൗകര്യം. നന്ദഗോപൻ, ഒരിക്കൽ കൂടി പുത്തൻപുലരിയിലേക്ക് സ്വാഗതം. വളരെ വിചിത്രം എന്ന് പറയാനാവില്ല, അത്ഭുതപ്പെടാനുമില്ല, ഞെട്ടാനുമില്ല. ഇവരെന്തൊക്കെ പരാതി പറഞ്ഞാലും ഇത്തരം അഴിമതികളുടെയും കുംഭകോണങ്ങളുടെയും ഒരു പരമ്പരയെ തുടർന്നാണ് UPA ഗവൺമെന്റ് തൂത്തെറിയപ്പെട്ടത് കേന്ദ്ര ഭരണത്തിൽ നിന്ന്. ഇപ്പോൾ ഇതാ കർണാടകത്തിൽ അധികാരത്തിൽ വന്നിട്ട് ഇത്ര നാൾ മാത്രമേ ആയുള്ളൂ. അതിനകം തന്നെ ഭാര്യയ്ക്ക് നല്ല ഒന്നാന്തരം 3.4 ഏക്കർ ഭൂമി നൽകി സിദ്ധരാമയ്യ തന്നെ ഇതിന് ഉദ്ഘാടനം ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നന്ദൻ, എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? വളരെ പെട്ടെന്ന് ഗവർണർ അനുമതി നൽകിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള ആരോപണത്തോടെയാണ് കോൺഗ്രസ് പ്രതിഷേധത്തിനും പ്രതിരോധത്തിനും ഒരുങ്ങുന്നത്. പക്ഷേ കോടതിയിൽ നിലനിൽക്കാത്തൊരു നടപടി ഗവർണർ സ്വീകരിക്കുമോ? കാര്യം പെട്ടെന്ന് തന്നെ പ്രഥമ ദൃഷ്ട്യായെങ്കിലും ഇതിൽ കേസുള്ള എന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ തിരിച്ചടി നേരിടും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ആർജവും അദ്ദേഹത്തിനുണ്ടാവും. അതിന് കൃത്യമായ നിയമോപദേശവും ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കേസിന്റെ പശ്ചാത്തലം എന്താണ്? ഇത് സിദ്ധരാമയ്യ കുടുങ്ങുമോ? മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി മുഡ, ഇവർ ഇതൊരു കോർപ്പറേഷനാണ്. ഇത് മൈസൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കോർപ്പറേഷനാണ്. അവർ ഈ മൈസൂരിൻ്റെ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുത്തു. അതിൽ സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിയുടെ ഭൂമിയും ഉണ്ടായിരുന്നു. അതിന് പകരമായി ഈ മൈസൂരിൻ്റെ കണ്ണായ സ്ഥലത്ത് ഏതാണ്ട് 3-ലധികം ഏക്കർ സ്ഥലം, അതേതാണ്ട് 45 കോടി രൂപ വരുന്ന ഏതാണ്ട് 14 പ്ലോട്ടുകൾ ഭൂമിയാണ് പാർവതിക്ക് നൽകിയിരിക്കുന്നത്. 3 സാമൂഹ്യ പ്രവർത്തകരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ നേരത്തെ തന്നെ സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും യഥാർത്ഥത്തിലുള്ള മറുപടി അല്ല ലഭിച്ചത്. മറിച്ച് അവർ ക്യാബിനറ്റ് കൂടി ഇത്തരമൊരു പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് പോകരുത് എന്ന് കാണിച്ചുകൊണ്ട് ഗവർണർക്ക് തിരിച്ച് മറുപടി നൽകുകയായിരുന്നു. അതേസമയം ഇതിന് പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ ഈ ഗവർണറുടെ മുന്നിൽ കൃത്യമായി തന്നെ വ്യക്തമായ സാഹചര്യത്തിലാണ് അഴിമതി നിരോധന നിയമത്തിലെ 1988 അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 17 അതേപോലെ തന്നെ 218 പ്രകാരം സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ ഗവർണർ അതിന് അനുമതി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാര്യം അധികാരത്തിൽ വന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതിനോടകം തന്നെ ഒരു മന്ത്രി രാജിവെച്ച് അയാൾ ഇപ്പോൾ അഴിക്കുള്ളിലാകുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് വാത്മീകി ഡെവലപ്മെന്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട്, അതായത് പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭൂമി തട്ടിയെടുത്തതും അതുമായി ബന്ധപ്പെട്ട കുംഭകോണം 88 കോടി രൂപയുടെ വലിയ കുംഭകോണമാണ്, വലിയ അഴിമതി നടന്നുവെന്നും വ്യക്തമായ സാഹചര്യമുണ്ട്. അത് സിദ്ധരാമയ്യ തന്നെ നിയമസഭയിലും ചൂണ്ടിക്കാണിച്ചതാണ്, അല്ലെങ്കിൽ അത് അത്തരമൊരു അഴിമതി നടന്നുവെന്ന് വ്യക്തമാക്കിയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാഗേന്ദ്ര, അവിടുത്തെ മന്ത്രി, ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിക്ക് രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അയാളെ ED പിന്നീട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ വലിയ അഴിമതിയുടെ ചെളിക്കുണ്ടിലാണ് ഇപ്പോൾ കോൺഗ്രസ് പെട്ടുനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് ഈ പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെ ATM ആയിട്ട് ഇപ്പോൾ കർണാടക മാറി എന്നുള്ള ആരോപണമാണ് പ്രധാനമായും BJP മുന്നോട്ട് വെക്കുന്നത്. അതായത് വലിയ അഴിമതികൾ നടത്തി വലിയ പണം സമ്പാദിച്ചുകൊണ്ട് അത് രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കോൺഗ്രസിൻ്റെ പ്രചരണത്തിന് വേണ്ടി നൽകുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ, അത് തെലങ്കാനയിലടക്കം ഈ കർണാടകത്തിലെ അഴിമതി പണമാണ്, അത് ഈ വാത്മീകി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട അഴിമതി പണമാണ് തെലങ്കാനയിലടക്കം ഉപയോഗിച്ചിരുന്നത് എന്നുള്ള ആരോപണം BJP നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മുഡ മൈസൂരു അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഈ ഓഗസ്റ്റ് 3-ാം തീയതി മുതൽ 10-ാം തീയതി വരെ BJP ബംഗളൂരു മുതൽ മൈസൂരു വരെ വലിയ പദയാത്ര നടത്തിയിരുന്നു. അതിന് വലിയ ജനപ്രീതി നേടിയിരുന്നു. ജനങ്ങൾ കൃത്യമായി കോൺഗ്രസിൻ്റെ അഴിമതി നയങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ ചിന്തിക്കേണ്ട വിഷയം.
ബി ജെ പിയെ മാറ്റിക്കൊണ്ട് അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് തന്നെ അഴിമതിരഹിത ഭരണം എന്ന് അത്തരം വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു. എന്നാൽ തുടക്കം മുതൽ തന്നെ കല്ലുകടിയാണ്, അല്ലെങ്കിൽ തുടക്കം മുതൽ തന്നെ വലിയ അഴിമതിയുടെ ആരോപണങ്ങളിൽ ഈ കോൺഗ്രസ് സർക്കാർ പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ടായിരിക്കുന്ന ഈ അഴിമതിയിൽ, അതായത് ഈ മൈസൂർ അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഉള്ള അഴിമതിയിൽ അവിടെ മുഖ്യമന്ത്രിയുടെ പേരും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൻ്റെ പേരും ഭാര്യയുടെ പേരുമാണ് പ്രധാനമായും ഉയരുന്നത്. ഇതിൽ കൂടാതെ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇതിൽ വ്യക്തമായ പങ്കുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേസമയം സിദ്ധരാമയ്യയുടെ വാദം ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.